ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്, നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു പാസ്പോർട്ട് റിന്യൂ ചെയ്ത കാര്യം, സൗദി അറേബ്യയിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും എല്ലാം ആ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്പോർട്ട് നമുക്ക് വരുന്ന സമയത്ത് കൊറിയർ വരും, അതിനെക്കുറിച്ചൊരു വീഡിയോയും ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നമുക്ക് പാസ്പോർട്ട് കൊറിയർ വന്നിട്ടുണ്ട്. നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരുന്ന ഫോം, പാസ്പോർട്ട് ഫില്ല് ചെയ്യാൻ നേരത്ത് നമ്മൾ കൊടുത്തിരുന്ന ഫോംസ് കാര്യങ്ങളെല്ലാം നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പഴയ പാസ്പോർട്ട് നമ്മൾ പുതുക്കാൻ നേരത്തെ കൊടുത്തിരുന്ന ഡേറ്റ് എക്സ്പയർ ആയ പാസ്പോർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുതിയ പാസ്പോർട്ടും നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു മാസമായി ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ട്. ഒരു മാസത്തോളം എടുത്തു പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ. ഇത്ര സമയം എടുത്തു. നാട്ടിൽ പോലീസ് വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വരുന്നതിനുള്ള താമസമാണ് ഇവിടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ ഇത്ര താമസം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ കിട്ടേണ്ടതാണ്. എന്തായാലും നമുക്ക് പാസ്പോർട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത വീഡിയോ കാണുകയാണെങ്കിൽ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ അത് കാണുകയാണെങ്കിൽ നമുക്ക് കുറേ സംശയങ്ങൾ മാറിക്കിട്ടും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.